നമസ്കാരം. എല്ലാവരും അറിഞ്ഞല്ലോ, കെ ഫോണുമായി ബന്ധപ്പെട്ട് ഒരു വിധി വന്നിട്ടുണ്ട്. കെ ഫോണിൽ വന്ന ആരോപണങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഹൈക്കോടതി സൂചിപ്പിച്ചത്. CBI അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി തള്ളിയത്. കെ ഫോൺ പദ്ധതിയിൽ പ്രമുഖർ ആരോപിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കോടതിയെ ഇതുമായി സമീപിച്ചത്. പദ്ധതിയിൽ CBI അന്വേഷണം. പക്ഷെ എന്ത് കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായി ഏഷ്യാനെറ്റിലെ CP അജിത എന്നുള്ള മാധ്യമപ്രവർത്തക കൃത്യമായും കെ ഫോണിനെതിരെ വാർത്ത ചെയ്യുകയായിരുന്നു. ഓരോ ദിവസവും ഒരു പരമ്പരയായിട്ട് അങ്ങനെ വാർത്ത ചെയ്യുകയായിരുന്നു. കണക്ഷൻ ഡെഡ്ലൈൻ കഴിഞ്ഞ പിന്നെയും ഒരു 6 മാസം പിന്നിടുമ്പോൾ BPL കണക്ഷൻ 5300 മാത്രം. കൃത്യമായ വിലാസമോ വിശദാംശങ്ങളോ ഇല്ലാത്ത ലിസ്റ്റ് നടത്തിപ്പ് കരാർ ഏറ്റെടുത്ത കേരള വിഷൻ കെ ഫോണിന് തിരിച്ചു നൽകിയിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന കണക്കിൽ വലിയ വർധനയൊന്നും സർക്കാർ ഓഫീസുകളുടെ കാര്യത്തിലുമില്ല. ഇതായാണ് വിവരം. CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്താ അവതാരണം കണ്ട് ആവേശമൊത്ത് VD സതീശൻ കുറച്ച് കാര്യങ്ങൾ പറയണം. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സാധാരണഗതിയിൽ ഇന്ത്യൻ കേബിളിൽ 25 വർഷത്തെ കാലാവധിയുണ്ട്. 25 വർഷത്തെ കാലാവധി. ഇത് ഏത് സമയം വേണമെങ്കിലും പോവാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ശിവശങ്കറാണ് ഒരു സർ ചാൾസ് കെ കൗ എന്ന ചൈനക്കാരന്റെ പേരിലാണ് ഒപ്റ്റിക് ഫൈബറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പേരുള്ളത്. ചൈനയിലും വലിയ തോതിൽ ഒപ്റ്റിക് ഫൈബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വളരെയധികം കമ്പനികളുണ്ട്. ഇന്ത്യയിൽ ഫിനലോക്സ് പോലുള്ള കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാണ് അറിവ്. പക്ഷെ അതില് കേബിളുകൾ മാത്രമാണോ, പ്രൊഡക്ഷൻ ഒപ്റ്റിക് ഫൈബറിന് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല. ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷെ ലോകത്തിലെ ഈ വിപണി കൈയടക്കി വെച്ചിരിക്കുന്നത് ചൈനയാണ്. ഇനിയിപ്പോൾ ആ വാർത്തയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത കൊണ്ട് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ കഴിയില്ല. കാരണം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കെ ഫോൺ എന്നുള്ളതൊരു അഴിമതി ഫോണാണ് എന്നുള്ള നിലയ്ക്ക് അതിൽ എനിക്ക് തോന്നുന്നു സ്വപ്ന സുരേഷാണ് വന്നിട്ട് പറഞ്ഞ ഈ ഡാറ്റ കേബിളുകളൊക്കെ വീട്ടിലേക്ക് ഇട്ടാൽ എല്ലാ ഡാറ്റയും കൂടി അതിലെ ഒഴുകിപ്പോയില്ലേ എന്നുള്ള ഒരു സംസാരം കൂടി ഉണ്ടായത്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പൂർണ്ണമായിട്ടും എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന നിലയ്ക്ക് ഒരു പ്രമുഖ ചാനൽ വ്യാജ വാർത്ത ചെയ്ത് ആഘോഷമാക്കി. 3 ദിവസം കൊണ്ട് ഒരു പരമ്പര ഉണ്ടല്ലോ കെ ഫോണിന്റെ. അപ്പൊ അതിനകത്ത് കണ്ടായിരുന്നു ഞാനത്. അപ്പൊ അതിനകത്ത് 2-3 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ചോദിച്ചോട്ടെ? എന്റെ പേര് ദീപു എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കാം. അതായത് ആദ്യത്തെ ഒരു എപ്പിസോഡിൽ മാഡം പറയുന്നത് ലാഭകരമായി നൽകാനുള്ള മാർഗരേഖ തയ്യാറാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് കെ ഫോണിന്റെ അതോറിറ്റീസ്. ഈ കേബിള് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഈ കണക്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു രേഖ തയ്യാറാക്കിയിട്ടില്ല എന്ന് മാഡത്തിന് എവിടുന്നാണ് റിപ്പോർട്ട് കിട്ടിയത്? അല്ല അത് ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളോടൊന്നല്ല, എവിടെയും പറയാൻ പറ്റില്ല, എവിടെയും പറയാൻ അറിയൂല. കോടതിയിൽ ഇതൊക്കെ പറയാൻ പറ്റുന്ന വെച്ചാൽ VD സതീശൻ ആ കേസ് ജയിച്ചതിനില്ല. ഇവരുടെയൊക്കെ വാക്ക് കേട്ട് കേസിന് ഇറങ്ങി പുറപ്പെടുമ്പോ എന്ത് കഷ്ടാന്ന് ആലോചിച്ചു. അല്ല അത് ഞങ്ങൾ പൊതുജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ചോദിക്കണം, തയ്യാറാക്കിയിട്ടില്ലെന്ന് നിങ്ങൾ പറയുമ്പോ അതെങ്ങനെയാണ്? വെറുതെ ആയിരിക്കില്ല. അവർക്ക് അതിനുള്ള കൂലി കിട്ടുന്നുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും. അതിലൊരു സംശയമില്ല. വെറുതെ ആരെങ്കിലും ഈ പണികളൊക്കെ ചെയ്യും. എത്രയോ സമയം എടുത്തിട്ടാണ്, എത്രയോ പഠിച്ചിട്ടാണ്. ഒപ്റ്റിക് ഫൈബർ കേബിളുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒന്നുമില്ല. നിരവധിയായ വാർത്തകൾ കെ ഫോണിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. അതിന്ന് മറ്റു പല സംസ്ഥാനങ്ങളും അവതരിപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പരിപാടിയുടെ തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. നമുക്കറിയാം, ഈ പരിപാടി ആരംഭിച്ചതിന് ശേഷം, ഇങ്ങനെ ഒരു പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം കോവിഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. പിന്നെ ഒരു ആദ്യ പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. വിചാരിച്ച പോലെ അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 30,000 കിലോമീറ്ററാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേബിള് ഇടേണ്ടത്. അത് 27,000 കിലോമീറ്ററോളം ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അറിവ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കേബിൾ നെറ്റ്വർക്ക് ഉള്ളത് ഇപ്പോൾ കെ ഫോണിനാണ് എന്നുള്ള നിലയ്ക്ക് അതിനൊരു അവാർഡ് കിട്ടി. ഇതൊന്നും ബാധകമല്ല. നിരന്തരമായി നിരുത്തരവാദപരമായി വാർത്തകൾ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാണ് അവർക്ക് പൈസ കിട്ടുന്നത്. പക്ഷെ ഇന്ന് ഇതിങ്ങനെ പറയാതെ പോകാൻ പറ്റില്ലല്ലോ, പറഞ്ഞു തന്നെ പോകണ്ട. CP അജിതയ്ക്കും ഏഷ്യാനെറ്റിനും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതിൻ്റെ ഓരം കൂടി മനോരമ ചെയ്തിട്ടുണ്ട്. മനോരമനെ നമ്മൾ ആ വിധത്തിൽ കണക്കിലെടുക്കുന്നില്ല. തൽക്കാലം എല്ലാവർക്കും നന്ദി, നമസ്കാരം.